ക്ലാസ് എടുക്കുന്നത്. 10th ഞാൻ പഠിപ്പിച്ച കുട്ടികളുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അക്കാഡമിയിൽ +2 പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾക്കൊരു ക്ലാസ് എടുക്കാൻ അവസരം കിട്ടിയതിൽ വളരെയേറെ സന്തോഷമുണ്ട്. നമ്മൾ എടുക്കാൻ പോകുന്നത് ഹിസ്റ്ററി, ചരിത്രമാണ്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് അബൌട്ട് ബ്രിക്സ്, ബീഡ്സ് ആൻഡ് ബോൺസ്. ഒന്നാമത്തെ ചാപ്റ്റർ +2 ചരിത്ര പുസ്തകത്തിലെ ഒന്നാമത്തെ അധ്യായം നമ്മൾ പഠിക്കുന്നത് ബ്രിക്സിനെ കുറിച്ച്. ദാറ്റ് മീൻസ് ചുടുകട്ടകൾ. ബീഡ്സ്, കൺമണികൾ, ദാറ്റ് മീൻസ് മുത്തുകളാണ്, കല്ലുകൊണ്ടുണ്ടാക്കിയ. ആൻഡ് ബോൺസ്, അസ്ഥികൾ, എല്ലുകൾ. അപ്പോൾ ആ ബോൺസിനെ കുറിച്ച്, ബീഡ്സിനെ കുറിച്ച്, ബ്രിക്സിനെ കുറിച്ച്, ശരിക്കും ഏൻഷ്യന്റ് ഇന്ത്യ, പുരാതന ഇന്ത്യ, വേൾഡ് 3 കാലഘട്ടമാണ്: ഏൻഷ്യന്റ്, മിഡീവൽ ആൻഡ് മോഡേൺ. പുരാതന യുഗം, മധ്യകാല യുഗം, ആധുനിക യുഗം. അല്ല, ഏൻഷ്യന്റ് പീരീഡിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു മഹത്തായ സംസ്കാരത്തെക്കുറിച്ച്, ആ സംസ്കാരത്തിലൂടെയാണ് നമ്മൾ ഇവിടുത്തെ ബ്രിക്സിനെ കുറിച്ചും ബീഡ്സിനെ കുറിച്ചും ബോൺസിനെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ശരിക്കും ഞാൻ ഈ ബ്രിക്സ് എന്നും ബീഡ്സ് എന്നും ബോൺസ് എന്നും ഒക്കെ പറഞ്ഞു എങ്കിലും ശരിക്കും നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അബൌട്ട് ഇൻഡസ് വാലി സിവിലൈസേഷൻ, സിന്ധു നദീതട സംസ്കാരം. അപ്പൊ ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ചാണ്, സിന്ധു നദീതട സംസ്കാരത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതിലൂടെയാണ് നമ്മൾ ഈ പഠന കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ കൺമണികളെ കുറിച്ചും ചുടുകട്ടകളെ കുറിച്ചും അസ്ഥികളെ കുറിച്ചും ഒക്കെ. ഇൻഡസ് വാലി സിവിലൈസേഷൻ. അപ്പൊ ഈ സിന്ധു നദീതട സംസ്കാരം, അതാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. സിന്ധു നദീതട സംസ്കാരം ഏതാണ്ട് 4500 years ago, 4500 വർഷങ്ങൾക്ക് മുമ്പ്. പഠിക്കാൻ പോകുന്നത് ഇൻഡസ് വാലിയാണ്. 4500 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തില്, ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ നോർത്ത് വെസ്റ്റേൺ സൈഡിലായിട്ട്, വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തായിട്ട് എക്സിസ്റ്റഡ് എ ഗ്രേറ്റ് സിവിലൈസേഷൻ. 4500 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തായിട്ട് ഒരു വലിയ സംസ്കാരം നിലനിന്നിരുന്നു, മഹത്തായ ഒരു സംസ്കാരം. ശരിക്കും ഈ സംസ്കാരത്തെയാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സിന്ധു നദീതട സംസ്കാരം 4500 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തായിട്ട് ഉണ്ടായിരുന്ന ഒരു മഹത്തായ സംസ്കാരം. ശരിക്കും അതിനെയാണ് സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്നത്. 1921 1921 നടത്തിയ ഒരു എക്സ്കവേഷൻ, ഒരു ഉത്ഖനനം, ആർക്കിയോളജിസ്റ്റുകൾ നടത്തിയ ഒരു ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ 1921 ഹരപ്പ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഈ സിന്ധു നദീതട സംസ്കാരത്തെ കുറിച്ചുള്ള ഒരുപാട് അറിവുകൾ, ഒരുപാട് റെലിക്സുകൾ
ഒരുപാട് അവശിഷ്ടങ്ങൾ ലഭിക്കുകയുണ്ടായി. 1921 ആണ്, 1921 ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ നടക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് സിന്ധു നദീതീരത്ത് നിന്നും ഒരുപാട് റിമൈനിങ് പാർട്സ് ഓഫ് ദി സിവിലൈസേഷൻ, ഈ സംസ്കാരത്തിന്റെ ഒരുപാട് അവശിഷ്ടങ്ങൾ നമുക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ കൂടുതൽ സൈറ്റുകളും ആദ്യ കാലഘട്ടത്തിൽ കണ്ടെത്തിയ കൂടുതൽ സൈറ്റുകളും ഈ സിന്ധു നദിയുടെ തീരത്തായിരുന്നു. സിന്ധു നദീതട സംസ്കാരവുമായി നടത്തിയ എക്സ്കവേഷനിൽ കൂടുതൽ സൈറ്റുകളും സ്ഥിതി ചെയ്തിരുന്നത് ഓൺ ദ ബാങ്ക്സ് ഓഫ് ഇൻഡസ്, ഈ സിന്ധു നദിയുടെ തീരത്തായിരുന്നു. അതുകൊണ്ടാണ് ഇതിനെ ഇൻഡസ് റിവർ വാലി സിവിലൈസേഷൻ എന്ന പേരിൽ, സിന്ധു നദീതട സംസ്കാരം എന്ന പേരിൽ അറിയപ്പെട്ടത്. പക്ഷെ പിന്നീട് നടത്തിയ ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെയുള്ള വിശാലമായ പ്രദേശത്ത് വ്യാപിച്ചു കിടന്ന മഹത്തായ ഒരു സംസ്കാരമായിരുന്നു ഈ സിന്ധു നദീതട സംസ്കാരം. സിന്ധുവിന്റെ തീരത്ത് മാത്രമല്ല, അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെയുള്ള വിശാലമായ പ്രദേശത്ത് വ്യാപിച്ചു കിടന്നു ഈ സിന്ധു നദീതട സംസ്കാരം. അപ്പോൾ ഗവേഷകർ സിന്ധു നദിയുടെ തീരത്ത് നിന്നും വ്യത്യസ്തമായിട്ട് ഒരുപാട് വ്യാപകമായ പ്രദേശത്ത് സംസ്കാരം വ്യാപിച്ചു കിടന്നതുകൊണ്ട് ഗവേഷകർ ഈ സംസ്കാരത്തെ ഹാരപ്പൻ കൾച്ചർ എന്ന് കൂടി വിളിച്ച്, ഹാരപ്പൻ സംസ്കാരം, ഹാരപ്പ. 1921 എക്സ്കവേഷൻ ആദ്യമായിട്ട് നടത്തിയത് ഹാരപ്പയിലാണ്. സിന്ധു നദീതട സംസ്കാരത്തെ കുറിച്ച് മനസ്സിലാക്കാൻ നമ്മെ സഹായിച്ച റിലീസുകൾ ആദ്യമായി കണ്ടെത്തിയത് ഹാരപ്പയിലാണ് 1921. അപ്പൊ ഈ ആദ്യകാല സൈറ്റുകളെല്ലാം എവിടെയായിരുന്നു? സിന്ധുവിന്റെ തീരത്തായിരുന്നു, സിന്ധു നദിയുടെ തീരത്തായിരുന്നു. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ വിശാലമായിട്ട് വ്യാപിച്ചു കിടന്നു ഈ സംസ്കാരം. അതുകൊണ്ട് ഇതിനെ സിന്ധു നദീതട സംസ്കാരം എന്നതിനുപരിയായിട്ട് ഹാരപ്പൻ സംസ്കാരം എന്നുകൂടി ഈ ഗവേഷകർ വിളിച്ചു. ഹിസ്റ്റോറിയൻസ് ഇങ്ങനെ വിളിച്ചു, ഹാരപ്പൻ കൾച്ചർ. Why did they call it? എന്തുകൊണ്ടാണ് അവരിങ്ങനെ ഹാരപ്പൻ കൾച്ചർ എന്നുകൂടി സിന്ധു നദീതട സംസ്കാരത്തെ ഹാരപ്പൻ കൾച്ചർ എന്നുകൂടി വിളിച്ചത്? എന്തുകൊണ്ട്? മനസ്സിലായത്? ഇൻഡസ് റിവർ വാലി സിവിലൈസേഷൻ ആണ്. ഏതാണ്ട് 4500 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംസ്കാരം ഇവിടെ നിലനിന്നിരുന്നത്. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് നിലനിന്നിരുന്ന ഈ സംസ്കാരം സിന്ധുവിൻ്റെയും പോഷക നദികളുടെയും തീരങ്ങളിലായിരുന്നു വ്യാപിച്ചു കിടന്നിരുന്നത്. ഇൻഡസിൻ്റെയും അതിൻ്റെ ട്രൈബ്യൂട്ടറീസിൻ്റെയും സിന്ധുവിൻ്റെയും പോഷക നദികളുടെ തീരത്തായിട്ടായിരുന്നു ഈ സംസ്കാരം വ്യാപിച്ചു കിടന്നിരുന്നത്. 1921 ഹാരപ്പയിൽ നടത്തിയ എക്സ്കവേഷനാണ് ഈ സംസ്കാരത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ ആദ്യമായിട്ട് എല്ലാ സൈറ്റുകളും സിന്ധുവിന്റെ തീരത്തായിരുന്നത് കൊണ്ടാണ് ഈ സംസ്കാരത്തെ സിന്ധു നദീതട സംസ്കാരം എന്ന് ആദ്യം വിളിച്ചത്. പിന്നീടാണ് ഗവേഷകർക്ക് ഒരു കാര്യം മനസ്സിലായത്, വിശാലമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന മഹത്തായ സംസ്കാരമാണിത്. അതുകൊണ്ട് തന്നെ ഇവര് ഈ ഇൻഡസ് റിവർ വാലി സിവിലൈസേഷനെ ഹാരപ്പൻ കൾച്ചർ എന്ന് വിളിച്ചു. എന്തുകൊണ്ടാണ് ഹാരപ്പൻ കൾച്ചർ എന്ന് വിളിച്ചത്? സിന്ധു നദീതട സംസ്കാരത്തിനെ why did so called? എന്തുകൊണ്ട് അങ്ങനെ വിളിച്ചു? ഹാരപ്പൻ കൾച്ചർ എന്ന് വിളിച്ചു, ഹാരപ്പൻ സംസ്കാരം എന്ന് വിളിച്ചു. നോക്കാം. അപ്പൊ ഹാരപ്പൻ സംസ്കാരം എന്നുകൂടി വിളിക്കാനുള്ള കാരണത്തിലാണ് വളരെ സിമ്പിൾ. നമ്മൾ പറഞ്ഞു 1921 എക്സ്കവേഷൻ എന്ന് പറയുന്നത് ആദ്യമായിട്ട് നടത്തിയ ഹാരപ്പയിലാണ്. Most of the relics of the Indus River Valley civilization, സിന്ധു നദീതട സംസ്കാരത്തിന്റെ കൂടുതൽ അവശിഷ്ടങ്ങൾ ആദ്യമായി കണ്ടെത്തിയത് ഹാരപ്പയിലാണ്, സിന്ധുവിന്റെ തീരത്തുള്ള ഹാരപ്പ. അപ്പോഴ് ആദ്യമായി സിന്ധു നദീതട സംസ്കാരത്തെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഹാരപ്പയിൽ നടത്തിയ ഉത്ഖനനങ്ങളിൽ നിന്നാണ് നമ്മൾ പഠിച്ചു. അതുകൊണ്ട് തന്നെ പിന്നീട് ഇത് വിശാലമായ പ്രദേശത്തേക്ക് വ്യാപിച്ചു കിടന്നിരുന്നതായിട്ട് ഗവേഷകർ മനസ്സിലാക്കി. അപ്പോൾ അന്ന്
ഒരു കോമൺ ആയിട്ടൊരു ഫാക്റ്റ് ഉണ്ട്. ഒരു സംസ്കാരത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ അതിൻ്റെ ടൈപ്പ് സൈറ്റ്, മാതൃകാസ്ഥാനം, ആദ്യമായിട്ട് എവിടെ നിന്നാണോ ആ സംസ്കാരത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ടൈപ്പ് സൈറ്റ് എവിടെയാണോ ആ സൈറ്റിന്റെ പേരിലായിരിക്കണം സംസ്കാരം അറിയപ്പെടേണ്ടത്. അപ്പൊ സിന്ധു നദീ തീരത്ത് നിന്നും വിശാലമായിട്ട് ഒരുപാട് സ്ഥലത്ത് വ്യാപിച്ചപ്പോൾ ഇൻഡസ് റിവർ വാലി സംസ്കാരം എന്നതിനേക്കാൾ ഉപരി ഹാരപ്പൻ കൾച്ചർ എന്നുകൂടി വിളിക്കാൻ തീരുമാനിച്ചപ്പോൾ ആ ടൈപ്പ് സൈറ്റ് എന്ന് പറയുന്നത് ഹാരപ്പയാണ്. അതിന്റെ മാതൃകാസ്ഥാനം എന്ന് പറയുന്നത് ഹാരപ്പയാണ്. ഹാരപ്പൻ, അതുകൊണ്ടാണ് ഈ സംസ്കാരത്തിന് ഹാരപ്പൻ കൾച്ചർ എന്നുകൂടി വിളിച്ചത്. അപ്പം അത് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് ഹാരപ്പൻ സിന്ധു നദീതട സംസ്കാരം എന്ന് വിളിച്ച സംസ്കാരത്തെ പിന്നെ ഹാരപ്പൻ സംസ്കാരം എന്ന് വിളിക്കാനുള്ള കാരണം ഇത്രയേ ഉള്ളൂ. അതിൻ്റെ ആദ്യമായിട്ട് റിലക്സിൽ കണ്ടെത്തിയതും കൂടുതൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഹാരപ്പയിലാണ്. അപ്പം ഗവേഷകർ ആ സംസ്കാരത്തെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ തരുമ്പോൾ ആ ടൈപ്പ് സൈറ്റാണ് അവർ പേരായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഹാരപ്പൻ സംസ്കാരം, ഹാരപ്പൻ സിവിലൈസേഷൻ എന്നുകൂടി, ഹാരപ്പൻ കൾച്ചർ എന്നുകൂടി വിളിച്ചത്. ആൻഡ് ബിറ്റ്വീൻ 2900 and 1600 BC 2900-നും 1600-നും മധ്യേ ഇതാണ് ശരിക്കും ഹാരപ്പൻ സംസ്കാരത്തിന്റെ കാലഘട്ടം. അപ്പൊ ഹാരപ്പൻ സംസ്കാരത്തിന്റെ കാലഘട്ടം ശരിക്കും എന്ന് പറയുന്നത് BC 2900, 2900 and BC 1600, 1600. അപ്പൊ ഈ കാലഘട്ടത്തിന് ഇടയിലായിട്ടായിരുന്നു ഈ സംസ്കാരം ഇവിടെ നിലനിന്നിരുന്നത്. ഈ സംസ്കാരം നിലനിന്നിരുന്ന സെയിം പ്രദേശങ്ങളിൽ, അതേ സ്ഥലങ്ങളിൽ തന്നെ ഹാരപ്പൻ കൾച്ചറിന് മുമ്പായിട്ടും ഹാരപ്പൻ കൾച്ചറിന് ശേഷവും സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു. മനസ്സിലാക്കുക, BC 2600-നും 1900-നും മധ്യേ ആയിരുന്നു സംസ്കാരം നിലനിന്നിരുന്നത്. എന്നാൽ ഹാരപ്പൻ സംസ്കാരത്തിന് മുമ്പും ഹാരപ്പൻ സംസ്കാരത്തിന് ശേഷവും, ഹാരപ്പൻ കൾച്ചറിന് മുമ്പ് ഹാരപ്പൻ കൾച്ചറിന് ശേഷവും ഈ പ്രദേശങ്ങളിൽ സംസ്കാരങ്ങൾ നിലനിന്നിരുന്നു. അപ്പം ഹാരപ്പൻ കൾച്ചറിന് പൂർവമായിട്ടും പിൽക്കാലമായിട്ടും സംസ്കാരങ്ങൾ നിലനിന്നിരുന്നു. ഹാരപ്പൻ കൾച്ചറിന് മുമ്പ് നിലനിന്നിരുന്ന സംസ്കാരത്തിന് ഏർലി ഹാരപ്പൻ സിവിലൈസേഷൻ, ആദിമ ഹാരപ്പൻ സംസ്കാരം എന്ന് വിളിച്ചു. മനസ്സിലായല്ലോ? നമ്മൾ പഠിക്കുന്ന ഹാരപ്പൻ കൾച്ചർ, ആ ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്ന സ്ഥലത്ത് ഒരുപാട് മുമ്പ് സംസ്കാരം ഉണ്ടായിരുന്നു. ആ സംസ്കാരത്തിനെ ഏർലി ഹാരപ്പൻ സംസ്കാരം അഥവാ ആദിമ ഹാരപ്പൻ സംസ്കാരം എന്ന് വിളിച്ചു. ഇനി അതിനുശേഷം ഹാരപ്പൻ കൾച്ചർ വന്നു. എന്നിട്ട് ആ ഹാരപ്പൻ സംസ്കാരത്തിന് ശേഷം വീണ്ടും സംസ്കാരം ഉണ്ടായി, പിൽക്കാല സംസ്കാരം. അതിനെ പിൽക്കാല ഹാരപ്പൻ കൾച്ചർ, ലേറ്റ് ഹാരപ്പൻ കൾച്ചർ എന്ന പേരിൽ അറിയപ്പെടുന്നു. മനസ്സിലായി കാണുമല്ലോ? ഇപ്പൊ ഹാരപ്പൻ സംസ്കാരം, പൂർവ്വ പിൽക്കാല സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു. ഹാരപ്പൻ സംസ്കാരത്തിന് മുമ്പും ഹാരപ്പൻ സംസ്കാരത്തിന് ശേഷവും. ഹാരപ്പൻ സംസ്കാരത്തിന് മുമ്പുണ്ടായിരുന്ന സംസ്കാരത്തിനെ ഏർലി ഹാരപ്പൻ കൾച്ചർ അഥവാ ആദിമ ഹാരപ്പൻ സംസ്കാരം എന്ന് വിളിച്ചപ്പോൾ ഹാരപ്പൻ സംസ്കാരത്തിന് ശേഷമുള്ളവയെ പിൽക്കാല സംസ്കാരം അഥവാ ലേറ്റ് ഹാരപ്പൻ കൾച്ചർ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ ഈ രണ്ട് സംസ്കാരങ്ങൾക്കും, ദാറ്റ് മീൻസ് ഏർലി ഹാരപ്പൻ കൾച്ചറിനും ലേറ്റ് ഹാരപ്പൻ കൾച്ചറിനും ഇടയിലായിട്ടാണ് നമ്മുടെ ഹാരപ്പൻ കൾച്ചർ, നമ്മൾ പഠിക്കാൻ പോകുന്ന ഹാരപ്പൻ സംസ്കാരം. മനസ്സിലായില്ല പോയിന്റ്? അപ്പൊ ഈ രണ്ട് സംസ്കാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഗവേഷകർ കണ്ടെത്തിയതാണ്. ഏർലി ഹാരപ്പൻ കൾച്ചറിനും ലേറ്റ് ഹാരപ്പൻ കൾച്ചറിനും മധ്യത്തായിട്ട് വരുന്ന ഹാരപ്പൻ കൾച്ചർ എന്ന് പറയുന്നത് ആ രണ്ട് സംസ്കാരങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ്. അതുകൊണ്ട് അതിനെ ഒരു മെച്വർ ഹാരപ്പൻ കൾച്ചർ എന്നാണ് ശരിക്കും വിളിക്കുന്നത്. നമ്മൾ പഠിക്കുന്ന ഹാരപ്പൻ സംസ്കാരത്തിന്റെ മെച്വർ ഹാരപ്പൻ കൾച്ചർ, വികസിത ഹാരപ്പൻ സംസ്കാരം. വികസിത ഹാരപ്പൻ സംസ്കാരം എന്ന് പറയുന്നത്
ഏതിന് മധ്യയായിട്ട് വരും? ഏർലി ഹാരപ്പൻ കൾച്ചറിനും ലേറ്റ് ഹാരപ്പൻ കൾച്ചറിനും. ആദിമ ഹാരപ്പൻ സംസ്കാരത്തിനും പിൽക്കാല ഹാരപ്പൻ സംസ്കാരത്തിനും മധ്യയായിട്ട് വരുന്ന ഹാരപ്പൻ സംസ്കാരത്തെ ഏത് പേരിൽ അറിയപ്പെട്ടു? മെച്വർ ഹാരപ്പൻ കൾച്ചർ അഥവാ വികസിത ഹാരപ്പൻ സംസ്കാരം. മറ്റു രണ്ട് സംസ്കാരങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരുപാട് സവിശേഷതകൾ ഉണ്ടായിരുന്നു ഈ മെച്വർ ഹാരപ്പൻ സംസ്കാരത്തിന്. അതുകൊണ്ടാണ് അതിനെ ആ പേരിൽ വിളിച്ചത് വികസിത ഹാരപ്പൻ സംസ്കാരം. നോക്കാം വികസിത ഹാരപ്പൻ സംസ്കാരത്തെ കുറിച്ച്, അതിന്റെ ബിഗിനിങ്സ്, അതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു നോക്കാം. ബിഗിനിങ്സ് എന്ന് പറയുമ്പോഴത്തേക്ക്, ഹാരപ്പൻ സംസ്കാരത്തിന്റെ തുടക്കം എന്ന് പറയുമ്പോഴത്തേക്ക്, ഈ ഹാരപ്പൻ സംസ്കാരം ഉണ്ടായ സ്ഥലത്ത് അതിനു മുമ്പ് ഒരുപാട് സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യകാല സംസ്കാരങ്ങൾ, ഹാരപ്പൻ സംസ്കാരം ഉണ്ടാകുന്നതിന് മുമ്പായിട്ട്. ആ ആദ്യകാല സംസ്കാരങ്ങളാണ് ശരിക്കും ഈ നമ്മൾ പഠിക്കുന്ന ഹാരപ്പൻ സംസ്കാരത്തിന് തുടക്കം കുറിച്ചത്. ഹാരപ്പൻ സംസ്കാരം ഉണ്ടായ സൈറ്റുകൾക്ക് മുമ്പ് ഒരുപാട് സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യകാല സംസ്കാരങ്ങൾ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന സംസ്കാരങ്ങൾ. ശരിക്കും ആ ആദ്യകാല സംസ്കാരങ്ങൾ തന്നെയാണ് നമ്മുടെ ഹാരപ്പൻ സംസ്കാരത്തിന് തുടക്കം കുറിക്കുന്നത്. ആ ആദ്യകാല സംസ്കാരങ്ങൾ ഉണ്ടായ അതേ സ്ഥലത്ത് തന്നെയാണ് ഈ ഹാരപ്പൻ സംസ്കാരവും ഉണ്ടായത്. ഈ ഹാരപ്പൻ കൾച്ചറിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിരുന്നു. ഒരുപാട് സവിശേഷതകൾ ഉണ്ടായിരുന്നു ഈ ഏർലി ഹാരപ്പൻ കൾച്ചേഴ്സിന്. ആദ്യകാല സംസ്കാരങ്ങൾക്ക് ശരിക്കും ഈ ഹാരപ്പൻ സംസ്കാരത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരുപാട് സവിശേഷതകളുള്ള സംസ്കാരങ്ങളായിരുന്നു ഹാരപ്പൻ സംസ്കാരത്തിന് മുമ്പുണ്ടായ ആദ്യകാല സംസ്കാരങ്ങൾ. ആ പോയിന്റ് ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. ഹാരപ്പൻ സംസ്കാരം ഉണ്ടായ പ്രദേശം, ഹാരപ്പൻ സംസ്കാരം ഉണ്ടാകുന്നതിന് മുമ്പ് അവിടെ ഒരുപാട് സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യകാല സംസ്കാരങ്ങളെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഈ ആദ്യകാല സംസ്കാരങ്ങളാണ് ഹാരപ്പൻ സംസ്കാരത്തിന് തുടക്കം കുറിക്കുന്നത്. അല്ലെങ്കിൽ ആദ്യകാല സംസ്കാരങ്ങൾ ഉണ്ടായ അതേ സ്ഥലത്ത് തന്നെയാണ് ഹാരപ്പൻ സംസ്കാരം ഉണ്ടായത്. ഈ ആദ്യകാല സംസ്കാരങ്ങൾ എന്ന് പറയുന്നത് ഈ ഹാരപ്പൻ സംസ്കാരത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിരുന്നു. ഒരുപാട് സവിശേഷതകൾ ഈ ആദ്യകാല സംസ്കാരങ്ങൾക്ക്, ആദ്യകാല ഹാരപ്പൻ സംസ്കാരങ്ങൾക്ക് ഉണ്ടായിരുന്നു. വാട്ട് were the main features of the early Harappan culture? ഈ ആദ്യകാല സംസ്കാരങ്ങളുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെ സവിശേഷതകളാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഹാരപ്പൻ കൾച്ചർ അല്ല ഞാൻ പറയുന്നത്, ഹാരപ്പൻ കൾച്ചറിന് മുമ്പുള്ള ആദ്യകാല സംസ്കാരങ്ങളുടെ സവിശേഷതയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അതിനുശേഷമാണ് ഹാരപ്പൻ സംസ്കാരത്തിന്റെ തുടക്കത്തിലേക്ക് നമ്മൾ വരുന്നത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ, ഞാൻ ബിഗിനിങ്സ് ആണ് പറയുന്നത്, തുടക്കമാണ് പറയുന്നത്. ഹാരപ്പൻ സംസ്കാരം ഉണ്ടായതിന്റെ തുടക്കമാണ് പറയുന്നത്. ആ തുടക്കം പറയുമ്പോൾ ഞാൻ ആദ്യം പറയുന്നത് ഹാരപ്പൻ സംസ്കാരത്തിന് തൊട്ട് മുമ്പുള്ള ആദ്യകാല സംസ്കാരങ്ങളാണ്. ആദ്യകാല സംസ്കാരത്തിലൂടെ വേണം നമുക്ക് എവിടെ എൻ്റർ ചെയ്യാൻ? ഹാരപ്പൻ സംസ്കാരത്തിൽ എൻ്റർ ചെയ്യാൻ. കാര്യം പിടി കിട്ടിക്കാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ആദ്യകാല സംസ്കാരങ്ങളുടെ സവിശേഷത നോക്കാം. ഫസ്റ്റ് വൺ, ആദ്യകാല സംസ്കാരങ്ങൾ എന്ന് പറയുന്നത് തീർത്തും ഒരു വില്ലേജ്, ഒരു റൂറൽ സംസ്കാരമായി, ഒരു ഗ്രാമീണ സംസ്കാരമായി. ആദ്യകാല ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഗ്രാമീണ സംസ്കാരമായിരുന്നു ഇവിടെ നിലനിന്നിരുന്നത്. ഏറ്റവും കൂടുതൽ ഗ്രാമങ്ങൾ കാണാൻ കഴിഞ്ഞ ഒരു സംസ്കാരമായിരുന്നു ആദ്യകാല ഹാരപ്പൻ സംസ്കാരം. ഒരുപാട് ഗ്രാമങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അവിടുത്തെ ജനങ്ങളുടെ മെയിൻ ഓക്യുപ്പേഷൻ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ, കൾട്ടിവേഷൻ ആൻഡ് കാറ്റിൽ റെയറിംഗ്. കന്നുകാലി മേച്ചിലും കൃഷിയുമായിരുന്നു അവിടുത്തെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട തൊഴിൽ. കൂടാതെ മറ്റ് ഹാൻഡിക്രാഫ്റ്റ്സിലും കരകൗശല തൊഴിലിലും അവർ ഏർപ്പെട്ടിരുന്നു. ഇതാണ് ഒന്നാമത്തെ ഫീച്ചർ. ഹാരപ്പൻ സംസ്കാരം ഉണ്ടാകുന്നതിന് മുമ്പ് ആ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന ആദ്യകാല സംസ്കാരത്തിന്റെ സവിശേഷതകളാണ് ഞാൻ പഠിപ്പിക്കുന്നത്, പറയുന്നത്. ക്വസ്റ്റ്യൻ അങ്ങനെയായിരിക്കും. ഏർലി ഹാരപ്പൻ സംസ്കാരത്തിന്റെ റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ദ ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ്. ഏർലി ഹാരപ്പൻ സംസ്കാരത്തിന്റെ
ഹാരപ്പൻ സംസ്കാരം ഉണ്ടാകുന്നതിന് തൊട്ടു മുമ്പ് ഉണ്ടായിരുന്ന ആദ്യകാല സംസ്കാരങ്ങളുടെ സവിശേഷതകളെ കുറിച്ച് എഴുതുക. ഫസ്റ്റ് സവിശേഷത എന്താണ്? ആ സംസ്കാരം ഒരു ഗ്രാമീണ സംസ്കാരമായിരുന്നു. ഒരുപാട് ഗ്രാമങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ജനങ്ങളുടെ പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത് കൃഷിയായിരുന്നു. കന്നുകാലി വളർത്തലും അവർക്കറിയാമായിരുന്നു, അല്ലെങ്കിൽ അവർ കന്നുകാലികളെയും വളർത്തിയിരുന്നു. കൂടാതെ മറ്റ് കരകൗശല തൊഴിലുകളിൽ അവർ ഏർപ്പെട്ടിരുന്നു. മനസ്സിലായില്ലേ? രണ്ടാമത്തെ ഈ പോട്ടറി വർക്ക്സ് ഉണ്ട്, കളിമൺ പാത്ര നിർമ്മാണം. മറ്റ് സംസ്കാരങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ശൈലിയായിരുന്നു ഈ സംസ്കാരത്തിലെ ജനത കളിമൺ പാത്രം നിർമ്മിക്കുന്നതിന് വേണ്ടി സ്വീകരിച്ചിരുന്നത്. എല്ലായിടത്തും കളിമൺ പാത്ര നിർമ്മാണം, പല രാജ്യങ്ങൾ അന്ന് സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു, മെസപ്പൊട്ടോമിയൻ, ഈജിപ്ഷ്യൻ തുടങ്ങിയ. പക്ഷെ അവിടെ നിന്നും ആ എല്ലാ സംസ്കാരങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കളിമൺ പാത്ര നിർമ്മാണമായിരുന്നു ഈ ആദ്യകാല ഹാരപ്പൻ സംസ്കാരത്തിലെ ജനത സ്വീകരിച്ചിരുന്നത്. രണ്ടാമത്തെ ഫീച്ചർ. 3. ഒന്നാമത്തെ ഞാൻ പറഞ്ഞു ഗ്രാമീണ സംസ്കാരമായിരുന്നു എന്ന്. രണ്ടാമത് ഞാൻ പറഞ്ഞത് കളിമൺ പാത്ര നിർമ്മാണ ശൈലി മറ്റ് സംസ്കാരങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളതായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അടുത്ത സവിശേഷത എന്ന് പറയുന്നത് ഇവരുടെ ഹാബിറ്റേഷൻ, അതായത് ഇവരുടെ അധിവാസ കേന്ദ്രങ്ങൾ, ഇവർ താമസിച്ചിരുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് സ്മോൾ ഇൻ സൈസ്, വലിപ്പം കുറഞ്ഞ സ്ഥലങ്ങളിലായിരുന്നു. ആദ്യകാല ഹാരപ്പൻ സംസ്കാരത്തിലെ ജനത അധിവസിച്ചിരുന്നത് വലിപ്പം കുറഞ്ഞ സ്ഥലങ്ങളിലായിരുന്നു, ഇടങ്ങളിലായിരുന്നു. വലിയ കെട്ടിടങ്ങളൊന്നും ഇല്ലായിരുന്നു, കുഞ്ഞു 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 വീടുകളായിരുന്നു. അപ്പം വലിപ്പം കുറഞ്ഞ കെട്ടിടങ്ങളായിരുന്നു, വീടുകളായിരുന്നു, അധിവാസ കേന്ദ്രങ്ങളായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. വലിയ കെട്ടിടങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. മനസ്സിലായല്ലേ? മൂന്നാമത്തെ ഫീച്ചർ. ഇതിനോടൊപ്പം തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബിറ്റ്വീൻ ഹാരപ്പൻ കൾച്ചർ ആൻഡ് ഏർലി ഹാരപ്പൻ സിവിലൈസേഷൻ, ആദ്യകാല സംസ്കാരങ്ങൾക്കും നമ്മൾ പഠിക്കാൻ പോകുന്ന ഹാരപ്പൻ സംസ്കാരത്തിനും ഇടയിൽ ഒരു ഇന്റർവെൽ ഉണ്ടായിരുന്നു, ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആദ്യകാല സംസ്കാരം കഴിഞ്ഞ് ഉടൻ തന്നെ ഹാരപ്പൻ സംസ്കാരം തുടങ്ങുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇന്റർവെൽ ഉണ്ടായിരുന്നു, ഒരു ഇടവേള ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലുള്ള ഇടവേള എങ്ങനെ മനസ്സിലാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൻകിട നഗരങ്ങൾ, അതായത് തീപിടുത്തത്തിൽ നശിച്ച, അഗ്നിക്കിരയാക്കപ്പെട്ട വലിയ നഗരാവശിഷ്ടങ്ങളും ഉപേക്ഷിക്കപ്പെട്ട വീടുകളും ഒക്കെ ഈ ഭാഗത്തു നിന്ന് കണ്ടെടുത്തു. മനസ്സിലാക്കുക, വൻകിട നഗരങ്ങൾ, നശിപ്പിക്കപ്പെട്ട, അഗ്നിക്കിരയാക്കപ്പെട്ട നഗരങ്ങൾ, അതുപോലെ തന്നെ ഉപേക്ഷിക്കപ്പെട്ട അധിവാസ കേന്ദ്രങ്ങൾ, ഇത് പിൽക്കാല ഹാരപ്പൻ സംസ്കാരത്തിന് ശേഷം ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ടാണ് ഹാരപ്പൻ കൾച്ചർ. പിൽക്കാല ഹാരപ്പൻ സംസ്കാരത്തിൽ നഗരങ്ങളില്ലായിരുന്നു, ഗ്രാമീണ സംസ്കാരമായിരുന്നു. നമ്മൾ ആദ്യത്തെ പോയിന്റിൽ പറയുന്നുണ്ട് ഗ്രാമീണ സംസ്കാരമായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഈ നഗരങ്ങൾ അങ്ങനെ തീയിട്ട് നശിപ്പിക്കപ്പെട്ടു. അപ്പം മനസ്സിലാക്കുക, ഹാരപ്പൻ സംസ്കാരത്തിനും ആദ്യകാല സംസ്കാരങ്ങൾക്കും ഇടയിൽ ഒരു ഇടവേള ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ആ കാലഘട്ടത്തിലാണ് നഗരങ്ങളെല്ലാം അഗ്നിക്കിരയാക്കപ്പെടുന്നതും അധിവാസ കേന്ദ്രങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നതും. അതിനുശേഷമാണ് ഹാരപ്പൻ സംസ്കാരം നമ്മൾ പഠിക്കാൻ പോകുന്ന ഹാരപ്പൻ കൾച്ചർ. മനസ്സിലായില്ലേ? പോയിന്റ് മനസ്സിലായല്ലേ? അപ്പോൾ ഹാരപ്പൻ സംസ്കാരം ഉണ്ടായ സൈറ്റുകളിൽ മുമ്പ് ആദ്യകാല സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു. ഈ ആദ്യകാല സംസ്കാരങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും ഹാരപ്പൻ സംസ്കാരത്തിന് തുടക്കം കുറിച്ച സംസ്കാരങ്ങളായിരുന്നു. ആദ്യകാല സംസ്കാരങ്ങൾ ഉണ്ടായ അതേ സ്ഥലത്ത് തന്നെയാണ് ഹാരപ്പൻ സംസ്കാരം ഉണ്ടായത്. ഹാരപ്പൻ സംസ്കാരത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിരുന്നു ആദ്യകാല സംസ്കാരങ്ങൾ. ആദ്യകാല സംസ്കാരങ്ങൾ ഏറ്റവും വലിയ സവിശേഷത ഓർമ്മയുണ്ടല്ലോ, അതൊരു ഗ്രാമീണ സംസ്കാരമായിരുന്നു. ഒരുപാട് ഗ്രാമങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവിടുത്തെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട തൊഴിലെന്ന് പറയുന്നത് കൾട്ടിവേഷൻ ആയിരുന്നു, കാറ്റൽ റിയറിംഗ് ആയിരുന്നു, ഹാൻഡിക്രാഫ്റ്റ്സ് ആയിരുന്നു.
അതായത് കരകൗശല തൊഴിലുകൾ അവർക്ക് അറിയാമായിരുന്നോ? മൃഗപരിപാലനം അറിയാമായിരുന്നോ? കൃഷി അറിയാമായിരുന്നോ? അടുത്തതായിട്ട് ഞാൻ അവരെ കുറിച്ച് പറഞ്ഞത്, അവരുടെ കളിമൺ പാത്ര നിർമ്മാണം എന്ന് പറയുന്നത് മറ്റ് സംസ്കാരങ്ങളെ പോലെ ആയിരുന്നില്ല. പ്രത്യേക ഒരു ശൈലിയായിരുന്നു അവർ അതിനുവേണ്ടി ഉപയോഗിച്ചിരുന്നത്. അവരുടെ അധിവാസ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് വലിപ്പം കുറഞ്ഞവയായിരുന്നു. ഭയങ്കരമായ ബിൽഡിങ്സ് ഒന്നും അവർക്കില്ലായിരുന്നു. പിന്നീട് ഞാൻ പറഞ്ഞത്, ഈ ആദ്യകാല സംസ്കാരത്തിനും നമ്മൾ പഠിക്കാൻ പോകുന്ന ഹാരപ്പൻ കൾച്ചറിനും ഇടയിലായിട്ടൊരു എന്തുണ്ടായിരുന്നു? ഗ്യാപ്പ്, ഇന്റർവെൽ ഉണ്ടായിരുന്നു, ഇടവേള ഉണ്ടായിരുന്നു. ആ ഇടവേള എന്ന് പറയുന്നത് ഉണ്ടായിരുന്നു എങ്ങനെ മനസ്സിലാക്കാൻ നമുക്ക്? അതായത് പിന്നീട് നടത്തിയ എക്സ്കവേഷനിൽ നശിപ്പിക്കപ്പെട്ട നഗരാവശിഷ്ടങ്ങൾ കണ്ടെടുത്തു. അതുപോലെ തന്നെ മറ്റ് അധിവാസ കേന്ദ്രങ്ങൾ, ഉപേക്ഷിക്കപ്പെട്ട അധിവാസ കേന്ദ്രങ്ങൾ കണ്ടെടുത്തു. അപ്പോൾ മനസ്സിലാക്കാം, ആദ്യകാല ഹാരപ്പൻ സംസ്കാരത്തിനും യഥാർത്ഥ ഹാരപ്പൻ സംസ്കാരത്തിനും ഇടയിലായിട്ട് കുറച്ചുനാൾ എന്തോ മറ്റൊരു സംസ്കാരം ഉണ്ടായിരുന്നു. അപ്പോഴാണ് നഗരങ്ങൾ കയറി വന്നത്. മനസ്സിലായില്ലേ? പിന്നീട് ആണ് ആ ആദ്യകാല സംസ്കാരത്തിനും ഹാരപ്പൻ സംസ്കാരത്തിനുമുള്ള ഇടവേളയ്ക്ക് ശേഷമാണ് ശരിക്കും ഹാരപ്പൻ സംസ്കാരം ഉണ്ടായത്. ആദ്യകാല സംസ്കാരം ഉണ്ടായ അതേ സ്ഥലത്ത് began the Harappan civilization. ഇന്ത്യ കണ്ട ഏറ്റവും മഹത്തായ ആ സംസ്കാരത്തിന് തുടക്കം കുറിച്ചു. ഇൻഡസ് റിവർ വാലി സിവിലൈസേഷൻ ഓർ ഹാരപ്പൻ കൾച്ചറിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. എന്ത് സവിശേഷതയാണ്! വാട്ട് ആർ ദ ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് ഹാരപ്പൻ കൾച്ചർ? ഈ ഹാരപ്പൻ സംസ്കാരത്തിന്റെ, സിന്ധു നദീതട സംസ്കാരത്തിന്റെ സവിശേഷതകൾ എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ, എമർജൻസ് ഓഫ് ടൗൺ. നഗരങ്ങളുടെ ആവിർഭാവം. ഗ്രാമമല്ല അവർക്ക്, ഒരു ഗ്രാമ സംസ്കാരമല്ല, നഗരങ്ങളുടെ ആവിർഭാവം ഇവിടെ ഈ സംസ്കാരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ടൗൺ പ്ലാനിങ്. നഗരങ്ങൾ എന്ന് പറയുന്നത് ആസൂത്രിതമായ നഗരങ്ങൾ, വളരെ പ്ലാൻഡ് സിറ്റീസ് ആയിരുന്നു. ആൻഡ് വെയിറ്റ് ആൻഡ് മെഷേഴ്സ്, അളവ് തൂക്കങ്ങൾ ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രത്യേകതയായിരുന്നു. ബേൺഡ് ബ്രിക്സ്, ചുടുകട്ടകൾ ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രത്യേകതയായിരുന്നു. ബീഡ്സ്, കൺമണികൾ ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രത്യേകതയായിരുന്നു. ബീഡ്സുകൾ ഹാരപ്പൻ സംസ്കാരത്തിന്റെ സവിശേഷതയായിരുന്നു. അളവ് തൂക്കങ്ങൾ ഹാരപ്പൻ സംസ്കാരത്തിന്റെ സവിശേഷതയായിരുന്നു. ഫോറിൻ ട്രേഡ്, വിദേശ വ്യാപാരം ഹാരപ്പൻ സംസ്കാരത്തിന്റെ സവിശേഷതയായിരുന്നു. അപ്പൊ നമ്മൾ കടക്കുന്നു ഹാരപ്പൻ സംസ്കാരത്തെ കുറിച്ച്, ഇൻഡസ് റിവർ വാലി സിവിലൈസേഷനെ കുറിച്ച്. ഇൻഡസ് റിവർ വാലി സിവിലൈസേഷന്റെ സവിശേഷതകളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹാരപ്പൻ കൾച്ചർ. പ്രധാനപ്പെട്ട ഹാരപ്പൻ സംസ്കാരത്തിന്റെ സവിശേഷതകൾ എന്ന് പറയുന്നത്, ഒരുപാട് പട്ടണങ്ങളുടെ ആവിർഭാവം ഈ കാലഘട്ടത്തിൽ കാണാൻ കഴിഞ്ഞു. ആസൂത്രിതമായ നഗരങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. കൺമണികൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. അളവുകളും തൂക്കങ്ങളും കാണാൻ കഴിഞ്ഞു. ചുടുകട്ടകൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. വിദേശ വ്യാപാരം ഇവിടെ നടത്തിയിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇതൊക്കെയാണ് ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രോമിനന്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അതിൽ തന്നെ നമുക്ക് എടുത്തു പറയാവുന്നത് ഇവരുടെ ഏറ്റവും വലിയ സവിശേഷതയായ ടൗൺ പ്ലാനിങ്, എമർജൻസ് ഓഫ് ടൗൺസ്. ഹാരപ്പൻ സംസ്കാരം എന്ന് പറയുന്നത് ഒരു ഗ്രാമീണ സംസ്കാരമായിരുന്നില്ല, ഒരു അർബൻ സിവിലൈസേഷൻ ആയിരുന്നു. ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, ഇന്ത്യ ചരിത്രത്തിലെ ഫസ്റ്റ് അർബൻ സിവിലൈസേഷൻ, ഫസ്റ്റ് നാഗരിക സംസ്കാരം എന്ന് വിശേഷിപ്പിക്കാം ഈ കാലഘട്ടത്തെ. ഏത് കാലഘട്ടത്തെ? ഇൻഡസ് റിവർ വാലി സിവിലൈസേഷനെ, ഹാരപ്പൻ സംസ്കാരത്തെ. മനസ്സിലാക്കുക, ഇന്ത്യ ചരിത്രത്തിലെ ആദ്യ നാഗരിക സംസ്കാരം ഏത് കാലഘട്ടം? ഹാരപ്പൻ കാലഘട്ടം, സിന്ധു നദീതട സംസ്കാര കാലഘട്ടം. അതായത് ഈ സംസ്കാരം എന്ന് പറയുന്നത് ഒരു നാഗരിക സംസ്കാരമായിരുന്നു. ഇതിനു മുമ്പുണ്ടായിരുന്ന പിൽക്കാല സംസ്കാരത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു നാഗരിക സംസ്കാരം, ഒരു അർബൻ സിവിലൈസേഷൻ ആയിരുന്നു നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്.
ഇന്ത്യ ചരിത്രത്തിലെ ഒന്നാമത്തെ നാഗരിക സംസ്കാരം, ദ ഫസ്റ്റ് അർബൻ സിവിലൈസേഷൻ ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി. ഒരുപാട് പട്ടണങ്ങൾ ഉണ്ടായിരുന്നു. മോസ്റ്റ് പ്രോമിനന്റ് among them were ഹാരപ്പ, മോഹൻജദാരോ, ലോഥൽ, ധോളവീര, കാലിബഗൻ, ബനാവലി were the most prominent cities. സിന്ധു നദീതട സംസ്കാരത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞ പ്രധാനപ്പെട്ട നഗരങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ഹാരപ്പ, മോഹൻജദാരോ, ബനാവലി, ധോളാവീര, ഖാലിബഗൻ തുടങ്ങിയ സിറ്റീസ്, തുടങ്ങിയ നഗരങ്ങൾ. അപ്പോൾ ഈ സംസ്കാരത്തിന്റെ നഗരങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ആ ടൗൺ പ്ലാനിങ്ങിനെ കുറിച്ചും ബാക്കി ഹാരപ്പൻ സംസ്കാരത്തിലെ ഏറ്റവും സവിശേഷമാണെന്ന മോഹൻജദാരോയെ കുറിച്ചും ഒക്കെ കൂടുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പം ഏതായാലും ഞാൻ ഇന്ന് പഠിപ്പിച്ച ഭാഗങ്ങൾ പുസ്തകമെടുത്ത് വീഡിയോ ക്ലിപ്പ് കണ്ടതിനെ തുടർന്ന് അപ്പോൾ തന്നെ വായിച്ചു നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടാം. എല്ലാം ക്ലിയർ ചെയ്യാൻ നമുക്ക് കഴിയും. ഏതായാലും ശരി, നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ പുസ്തകം വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ.